നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരടി, തലയ്ക്ക് പിന്നിൽ നിന്ന് കിട്ടിയ ഒരു മാരക പ്രഹരം, അതിൽ നിന്നൊന്ന് പൊങ്ങി വരാൻ ഒത്തിരി സമയമെടുക്കും അവൻ. പത്തിക്ക് അടി കിട്ടിയ പാമ്പ വെറുതെ ഇരിക്കത്തില്ല അവൻ. പിന്നെ അവനെക്കുറിച്ച് അറിഞ്ഞിടത്തോളം അവന്റെ രീതികൾ വെച്ച് ഏതു മാർഗത്തിലൂടെയും അവൻ വീണ്ടും നിത്യമായിട്ടുള്ള കല്യാണത്തിന് ശ്രമിക്കും. അവൻ ശ്രമിക്കട്ടെ. അവന്റെ വലക്കണ്ണികൾ ഓരോന്നായി നമ്മൾ മുറിക്കും. രാവണന്റെ 10 തലയെടുത്തതുപോലെ അവന്റെ കൂർമ്മബുദ്ധിയുടെയും കുതന്ത്രത്തിന്റെയും ഓരോ തലകളും വെട്ടി വെട്ടി മാറ്റും. കൃത്യമായിട്ടുള്ള അവന്റെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പോലീസിനും വ്യക്തമായ വിവരങ്ങൾ കൊടുക്കണം. ഇപ്പൊ അവൻ നിത്യയാണ് കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നാളെ വേറൊരു പെൺകുട്ടി എത്രയോ പേരെ ഇതുപോലെ ചതിച്ചിട്ടുണ്ടാവും, സ്വത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടിയൊക്കെ. അതെ, ആരുടെയൊക്കെ ചോരയുടെ മണം അവന്റെ കൈകളിലുണ്ടെന്ന് കണ്ടെത്തണം. സ്വാമി പറഞ്ഞ പോലെ ഒരു കാര്യം ഉറപ്പാ, അവൻ അങ്ങനെ വിട്ടുകളയത്തില്ല. കാരണം ദേവിക അവന്റെ ടാർഗറ്റ് ആയതുകൊണ്ട്. അവൻ കരുതുന്നത് പോലെ ഒരു പെണ്ണല്ല ദേവിക. നിത്യയെ പൊട്ടിയാക്കി പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ഒരു കളിയും ദേവികയുടെ അടുത്ത് നടക്കില്ല. സത്യത്തിൽ നമ്മളെക്കാട്ടും തന്ത്രപരമായി കാര്യങ്ങൾ നീക്കാൻ കഴിവുണ്ട് ദേവികയ്ക്ക്. ദേവിക വിടാതെ അവനെ പിന്തുടരും. നോക്കിക്ക. നമ്മൾ അലേർട്ടായിരിക്കണം സ്വാമി. അവന്റെ ഹൃദയമിടിപ്പ് പോലും നമ്മൾ എണ്ണിയെടുക്കണം. കാരണം ദേവികയുടെ ജീവന് വരെ അവൻ ആപത്താ. നീ ഇതുവരെ കഴിക്കാൻ തുടങ്ങിയില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടത്തെ? ദേവിയില് വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല.